നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ യൂറോപ്യൻ ഫുട്ബോൾ അവസാനിപ്പിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിലേക്ക് അഥവാ സൗദി അറേബ്യയിലേക്ക് വന്നത്. അതിനുശേഷം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ നിരവധി സൂപ്പർ താരങ്ങൾ ഏഷ്യയിലേക്ക് ചേക്കേറുകയായിരുന്നു. ഒടുവിൽ നെയ്മർ ജൂനിയറെ പോലും സ്വന്തമാക്കാൻ ഏഷ്യക്ക് അഥവാ സൗദി അറേബ്യക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിരവധി സൂപ്പർ താരങ്ങൾ ഇപ്പോൾ ഏഷ്യയിലുണ്ട്. ഗ്ലോബ് സോക്കർ അവാർഡ് ഇപ്പോൾ 2 ഇലവനുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഏഷ്യയിലെ ഏറ്റവും മികച്ച താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇലവനും യൂറോപ്പിലെ ഏറ്റവും മികച്ച താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇലവനുമാണ് ഇവർ പുറത്തുവിട്ടിട്ടുള്ളത്. ഈ 2 ഇലവനുകളെയും നമുക്കൊന്ന് പരിശോധിക്കാം. യൂറോപ്പിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് എഡേഴ്സൺ ആണ് വരുന്നത്. ഇനി പ്രതിരോധ നിരയിൽ 3 താരങ്ങളെയാണ് അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് ബാഴ്സലോണയുടെ അലജാൻഡ്രോ ബാൾഡയാണ്. അതുപോലെ തന്നെ റൂബൻ ഡയസ്, ഗോർഡിയോൾ എന്നിവരാണ് പ്രതിരോധ നിരയിൽ വരുന്നത്. മധ്യനിരയിൽ 4 താരങ്ങളാണ് യൂറോപ്പിന്റെ 11 വരുന്നത്. മോഡ്രിച്ച്, ബെല്ലിംഗ്ഹാം, റോഡ്രി, പെഡ്രി എന്നിവരാണ് മിഡ്ഫീൽഡിൽ വരുന്നത്. ഒരു ശക്തമായ മുന്നേറ്റ നിര ഇപ്പോൾ യൂറോപ്പിന് അവകാശപ്പെടാനുണ്ട്. കിലിയൻ എംബപ്പെ, ഏർലിംഗ് ഹാലൻഡ്, വിനീഷ്യസ് ജൂനിയർ എന്നിവരാണ് ഇപ്പോൾ യൂറോപ്പിന്റെ മുന്നേറ്റ നിരയിൽ വരുന്നത്. ഇനി ഏഷ്യയുടെ ഒരു ബെസ്റ്റ് 11 നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് യാസിൻ ബോനോയാണുള്ളത്. പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അബ്ദുൽ ഹമീദ്, ഒമർ ഫയദ്, അതുപോലെ തന്നെ കൂലിബലി എന്നിവർ വരുന്നു. മധ്യനിരയിൽ 4 താരങ്ങളുണ്ട്. ടാലിസ്ക, അൽദൌസരി, റൊമേറോ, മഹ്റസ് എന്നിവരാണ് മധ്യനിരയിൽ. ശക്തമായ ഒരു മുന്നേറ്റ നിര ഏഷ്യക്ക് അവകാശപ്പെടാൻ കഴിയുന്നു എന്നുള്ളതാണ്. നെയ്മർ ജൂനിയർ, ക്രിസ്ത്യാനോ റൊണാൾഡോ, കരീം ബെൻസിമ വളരെ ശക്തരായ 3 താരങ്ങളാണ് മുന്നേറ്റ നിരയിൽ ഉള്ളത്. യൂറോപ്പിലും അതുപോലെ തന്നെ ഏഷ്യയിലും വളരെ മികച്ച ഒരു മുന്നേറ്റ നിര ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഇത് ഒരു സാങ്കല്പിക 11 മാത്രമാണ്. ഗ്ലോബൽ സോക്കർ ആണ് ഇത് പുറത്തു വിട്ടിട്ടുള്ളത്. ഇങ്ങനെ ഒരു മത്സരം, സാങ്കല്പികമായി ഒരു മത്സരം നടക്കുകയാണെങ്കിൽ ആരായിരിക്കും വിജയിക്കുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.